ഹലോ എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിന് പോകാൻ പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഷുക്കൂറും ഉണ്ട്. ഇന്നൊരു ഫ്രീ ഡേ ആയിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യാനില്ലാതിരുന്നപ്പോഴാണ് ഷുക്കൂറിൻ്റെ ഫ്രണ്ടും വൈഫും ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ റെഡി ആയിരിക്കുകയാണ്. ഒരുപാട് നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒരു ജൂലൈ എൻഡ് പീരീഡിലാണ്. കണ്ടോ, ഒരുപാട് ആഴ്ചകൾക്ക് ശേഷം കാണുന്നതിൻ്റെ സന്തോഷമാണ് ഇത്. ഇന്ന് തന്നെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് വേറൊരു കാരണം കൂടിയുണ്ട്. ഈ സമയം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് പീരീഡാണ്. നമ്മുടെ നാട്ടിൽ ഇത് ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്താൽ മാർച്ച് 30 അത് ഇയർ എൻഡ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജൂലൈ 1 തുടങ്ങിക്കഴിഞ്ഞാൽ ജൂൺ 30 ഇയർ എൻഡ് വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ വേറൊരു കൺട്രിയിലായിരുന്നു, ബഹ്റൈൻ. അവിടെ നേരെ തിരിച്ചായിരുന്നു. ജനുവരി 1 തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസംബർ 30 അത് എൻഡ് ചെയ്യുക. ഈ സമയത്തായിരിക്കും ടാക്സ്, സാലറി റെക്കോർഡ്, ബില്ല്, ബിസിനസ് അക്കൗണ്ടൊക്കെ ഗവൺമെൻറ് ചെക്ക് ചെയ്യുന്നത്. ഇതൊരു ഒഫീഷ്യൽ പീരീഡാണ്. അപ്പോൾ ഇവിടെ ജൂലൈ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ ബിസിനസ്സിനും അവരുടെ സ്റ്റോക്കൊക്കെ ക്ലോസ് ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇവിടെയൊക്കെ എല്ലാവരും ചില ദിവസം വീക്ക് ഡേയിലൊക്കെ ആണെങ്കിൽ ലീവ് എടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പൊതുവേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പുറത്തുള്ള സ്ട്രേഞ്ചേഴ്സൊക്കെ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആവാതെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഞാനിവിടെ എവിടെ ക്യാമറ ഓൺ ചെയ്താലും ഇവിടെ എല്ലാ ആളുകളാണ്. മാക്സിമം ആളുകളെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളൊരു ഉച്ചയായപ്പോഴാണ് ഇവിടെ എത്തിയത്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി കാണും. എനിക്കും ഷുക്കൂറിനും പർച്ചേസ് ചെയ്യാൻ തന്നെ ഒരു പ്ലാനും ഇല്ല. പക്ഷേ ഇവർക്കാണെങ്കിൽ ഇവരുടെ പാരൻസിന് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു ഞങ്ങൾക്ക് ഒന്നും വാങ്ങാനില്ലെങ്കിലും ഇത് അവസാനം ഞങ്ങളും എന്തെങ്കിലും വാങ്ങേണ്ട അവസ്ഥ വരുമെന്ന് എനിക്കറിയാം. കാരണം ഇതിനു മുമ്പ് ഞാൻ ബഹ്റൈനിൽ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനൊരു ദിവസം വീക്കെൻഡ് വെറുതെ ഇരുന്നപ്പോൾ അവൾ വിളിച്ചു. മാക്സിൽ 50% ഓഫ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ കൂടെ അവിടെ പർച്ചേസ് ചെയ്യാൻ പോയി. ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവൾ വാങ്ങിയതിൻ്റെ 3 ഇരട്ടി സാധനങ്ങൾ ഞാൻ വാങ്ങേണ്ടി വന്നു. പിന്നെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് റിഗ്രറ്റായി. അപ്പോൾ ഇവിടെ വന്നപ്പോഴും നമ്മൾ റീസൺസ് കണ്ടെത്തി എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷുക്കൂറാണ് ഇത്തവണ റീസൺസ് കണ്ടെത്തി. ഷുക്കൂർ പറഞ്ഞു എൻ്റെ വർക്ക് ഷൂസിൽ ഹോള് വീണേക്കാണ്, അതുകൊണ്ട് നിനക്ക് വർക്ക് ഷൂസ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അസിക്സിൽ ആദ്യം കയറി വർക്ക് ഷൂസ് എല്ലാം ട്രൈ ചെയ്യാണ്. അവിടെ നമുക്ക് പറ്റിയൊരു ഷൂസ് കണ്ടെങ്കിലും പിന്നീട് നമ്മൾ ഒരുപാട് വിലയായതുകൊണ്ട് വേറെ കടകളിലൊക്കെ പോയി ഒന്ന് ട്രൈ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ലിൻഡറ്റിൽ കയറിയിട്ട് ആൻസിമോൾ ഷേക്ക് വാങ്ങി, ഞാനൊരു ചോക്ലേറ്റ് വാങ്ങി. ഇത് ലിൻഡറ്റിൻ്റെ തന്നെ ദുബായ് ചോക്ലേറ്റിൻ്റെ വേറൊരു വേർഷനാണ്. അപ്പോഴാണ് അവിടെ ഒരു ബാനർ കണ്ടത്, ഈ കടയിൽ ദുബായ് ചോക്ലേറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പക്ഷേ ഇതൊക്കെ തള്ളാണ് കേട്ടോ. ഈ ദുബായ് ചോക്ലേറ്റ് നമ്മുടെ ജിലോങ്ങിൽ ഒരുപാട് കടയിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. മേ ബി ഇവിടെ കൂടുതൽ സെയിൽ ആവുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഷേക്കൊക്കെ കുടിച്ചു. അങ്ങനെ വേറെ കടകളിലൊന്നും പോയപ്പോൾ ഷൂസ് കിട്ടാതെ ഞങ്ങൾ അസിക്സിൽ പോയി തന്നെ ആ ഷൂസ് തന്നെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഡ്രസ്സുകൾ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം എല്ലാവർക്കും നല്ല വിശപ്പും ഷുക്കൂറിന് തലവേദന എല്ലാം ഉണ്ട്. ഇവിടെ ഞാൻ ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പിടിച്ചിരുത്തിയേക്കാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ഞങ്ങൾ പുറത്തേക്കുള്ള വഴി തിരഞ്ഞ് നടക്കുന്ന സമയത്ത് ആൻസിമോളെ കാണാണ്ടായി. പിന്നെ പുള്ളിക്കാരി തന്നെ തിരിച്ചു വരുന്ന സീനാണ് ഈ കാണുന്നത്. ഇത് വലിയ ഷോപ്പിംഗ് മോളൊക്കെ ആണെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയയിലെ എല്ലാ ഷോപ്പിംഗ് മോളും ഒരു 6 o'clock ആകുമ്പോഴത്തേക്കും അടച്ചിരിക്കും. അപ്പം ഞങ്ങളിപ്പോൾ അത്രയും നേരം ഷോപ്പിംഗ് ചെയ്യായിരുന്നു. ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവരെ ഞാനൊന്ന് കൂട്ടാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇത് ക്ലോസിങ് പീരീഡാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇവർക്കൊരു കപ്പിൾ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ ജിലോങ്ങിന് വരുന്ന വഴിക്ക് ഞങ്ങളൊരു മന്തി ഷോപ്പിലാണ് കയറിയിരിക്കുന്നത്. ഈ ഡെസേർട്ട് കണ്ടോ, ഇത് ആരും വാങ്ങി കഴിക്കരുത്. കാരണം ഒരു 2 കിലോ എണ്ണയെങ്കിലും അതിനകത്ത് ഉണ്ടാകും. എനിക്ക് മന്തി കഴിക്കാനൊരു മൂഡുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഒരു പ്രത്യേകതരം അറബിക് ബ്ലാക്ക് ടീ കിട്ടും. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറിയത്. എൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെ അവിടെ അത് തീർന്നു പോയിരുന്നു. പിന്നെ ഷുക്കൂർ അത്
ചെരിച്ചിട്ട് അതിൻ്റെ അടിയിലുള്ള ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ഭയങ്കര കടുപ്പമുള്ളൊരു പോർഷൻ എനിക്ക് എടുത്തു തന്നു. പക്ഷെ ഞാനത് കുടിച്ചില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൾട്ടിപ്പിളായിട്ടുള്ള മീറ്റുള്ള ഒരു പ്ലാറ്ററാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരാൻ നേരത്ത് ഒരുപാട് ലേറ്റായി ഫുഡ് കഴിച്ചുകൊണ്ട് ഷുക്കൂറിന് ഛർദ്ദിക്കാൻ വരുന്നു, തലവേദന എടുക്കുന്നു, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ നല്ല അടിപൊളി ഒരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് വിൻഡോ സൈഡിൽ നല്ല ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഇവർ വന്നുകൊണ്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും നാൾ റെക്കോർഡ് ചെയ്ത പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ ബൈ.